KPCC മുൻ അധ്യക്ഷൻ കെ സുധാകരനെ അനുകൂലിച്ച് കണ്ണൂർ നഗരത്തിൽ വ്യാപക ഫ്ലക്സ് ബോർഡുകൾ. നിയമസഭാ സ്ഥാനാർത്ഥി നിർണയത്തിലെ അനിശ്ചിതത്വം തുടരുന്നതിനിടെയാണ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. അധികാരവും ചെങ്കോലും ഇല്ലെങ്കിലും പ്രവർത്തകർക്ക് വേണ്ടി പടച്ചട്ട അണിയുന്നവൻ എന്നാണ് ബോർഡുകളിലെ വാചകം. മിഥുൻ പിള്ള വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. കോൺഗ്രസിൽ പതിവ് പോലെ ഗ്രൂപ്പിസം വലിയ തോതിൽ ശക്തമാകുന്നു. കാരണം നിലവിലെ സിറ്റിംഗ് MP മാർ മത്സരിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. കണ്ണൂരിൽ സുധാകരന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇതിനൊക്കെ ഇടയിലാണല്ലോ നഗരത്തിൽ ഈ പോസ്റ്റർ പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നത്. ഗൗതം, കണ്ണൂർ നിയമസഭാ സീറ്റിൽ മത്സരിക്കാനുള്ള താല്പര്യം നേരത്തെ തന്നെ കെ സുധാകരൻ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ MP മാർ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനമാണ് നിലവിൽ ഹൈക്കമാൻഡ് കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ് വിവരം. ഇതിന് തൊട്ട് പിന്നാലെ ഈ VD സതീശൻ നയിക്കുന്ന യാത്രയിൽ ഉൾപ്പെടെ ഒരു വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് കെ സുധാകരൻ ചെയ്തിരുന്നത്. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരം ഒരു ഫ്ലെക്സ് ബോർഡുകൾ കണ്ണൂർ നഗരത്തിൽ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കെ സുധാകരൻ തുടരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിലെ അനിശ്ചിതത്വം തുടരുന്നതിനിടെ വ്യാപകമായി ഫ്ലെക്സ് ബോർഡുകൾ എത്തിയിരിക്കുന്നത്. അധികാരവും ചെങ്കോലും ഇല്ലെങ്കിലും പ്രവർത്തകർക്ക് വേണ്ടി പടച്ചട്ട അണിഞ്ഞവനെന്ന് ഈ ബോർഡുകളിൽ പറയുന്നുണ്ട്. മാത്രമല്ല, അധികാരത്തിന്റെ തണലിലല്ല, പ്രവർത്തകരുടെ ഹൃദയങ്ങളിലാണ് അദ്ദേഹത്തിന്റെ സിംഹാസനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വ്യാപകമായി ഫ്ലെക്സ് ബോർഡുകൾ പലയിടത്തായി വെച്ചിരിക്കുന്നത്. ഏതായാലും ഈ മാത്രമല്ല, VD സതീശൻ നയിക്കുന്ന യാത്രയിൽ കെ സുധാകരന്റെ ഫോട്ടോ പല ഫ്ലെക്സ് ബോർഡുകളിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെയും അണികൾക്കിടയിൽ വിമർശനമുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഗൗതം, ഓക്കെ, കണ്ണൂർ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ KPCC മുൻ അധ്യക്ഷൻ കെ സുധാകരന്റെ പേരിൽ പോസ്റ്ററുകൾ ഉയർന്നിരിക്കുകയാണ്. സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളും അവ്യക്തതകളും നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കെ സുധാകരനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ കണ്ണൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. മിഥുൻ പിള്ളയാണ് വിവരങ്ങളുമായി ചേർന്നത്.